സെവൻത്ത് ഹൗസ് ആയതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. ഈ ഭാവം പറയുമ്പം മറ്റുള്ള ഭാവം പറയുന്ന പോലെ ഒരു ഫ്ലോ എനിക്കൊരു ഭയമുണ്ട്. കാരണം പല കാര്യങ്ങളും വായിലേക്ക് വരുന്നത് വിഴുങ്ങാൻ ശ്രമിക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരു പിടപ്പ് എനിക്കുണ്ട്. അപ്പോൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത്, നമ്മുടെ ക്ലാസ് ഞാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ പച്ചയ്ക്ക് ഈ വിഷയം അവതരിപ്പിക്കാം. അപ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാനും പറ്റുകയും ചെയ്യും. നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 7ാം ഭാവത്തിൻ്റെ കാര്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 7ാം ഭാവത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് 7ാം ഭാവത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് വീഡിയോയിൽ പറയാൻ പറ്റില്ല. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയ സീരീസ് ക്ലാസ്സുകളായിട്ട് തുടങ്ങുമ്പോൾ ഈ പറയുന്ന കണ്ടൻറ്റുകളൊക്കെ തന്നെ, ഈ 200 ചില്ലുവാനം വീഡിയോയിലുള്ള കണ്ടൻറ്റുകളൊക്കെ തന്നെ വളരെ 10-48 ക്ലാസ്സിലേക്ക് ഒതുക്കി നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് ജ്യോതിഷം പഠിക്കാൻ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ചെയ്തിരുന്നു. അതൊന്നുകൂടെ റിവൈസ്ഡ് ഒരു വേർഷൻ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. ആ സമയത്ത് നമുക്കതിനകത്ത് കുറച്ചും കൂടെ പച്ചയായിട്ട് പറയാം. ഇവിടെ ഇതൊരു പൊതു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് എനിക്കെതിരെ ഞാൻ തന്നെ എടുത്തു കൊടുക്കുന്ന ആയുധമായി മാറുകയും ചെയ്യും. കാരണം അതിന് വേറെ രീതിയിലാണ്. കാരണം ഒരു കാര്യം കിട്ടിയാൽ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളതുകൊണ്ട് അതിന് കൂടുതൽ വാല്യൂ ഉള്ള ഒരു കാലഘട്ടമാണ്. അതിന് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള കാലഘട്ടമാണ്. അതിന് കൂടുതൽ കയ്യടികൾ, ക്ലാപ്സ് കിട്ടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കയ്യടിയൊന്നും വേണ്ട. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുക്കാം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സെക്സ് ആൻഡ് ഫിസിക്കൽ ഇൻറ്റിമസിയാണ്. 7th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യോതിഷത്തിൽ ലൈംഗികതയെ പ്രധാനമായിട്ട് 2 ഭാവങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഘടിപ്പിച്ചിരിക്കുന്നത് പല ഭാഗങ്ങൾ, 12 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 5ഉം 11ഉം ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരാളുടെ ലൈംഗിക ത്വരയെ, അവരുടെ രീതികളെ 7ഉം 8ഉം ഭാവവുമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിൽ 7ാം ഭാവം പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ശാരീരിക സന്തോഷവും പങ്കാളിയോടുള്ള ആകർഷണവും നിയമപരമായ ബന്ധത്തിലെ ശാരീരിക ഒത്തുചേരലുമാണ് 7th ഹൗസ് കൊണ്ട് എന്നത്. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയം. കാമുകിയെ വിളിക്കുന്ന പോലെ 24 മണിക്കൂറും ഫോൺ ചെയ്യാൻ പറ്റില്ല, അല്ലെ കാമുകനെ വിളിക്കുന്ന പോലെ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്നേഹം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അവരുടെ സ്നേഹം. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിലുള്ള പ്രണയം, അത് 7th ഹൗസാണ്. അത് സ്നേഹം എന്ന് വേണേൽ പറയാം. അതിന് വേണ്ടി മുന്നൊരുക്കങ്ങളോ വലിയ എക്സൈറ്റ്മെൻറ്റുകളോ ഒന്നുമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലുണ്ടാകുന്ന ശാരീരിക സന്തോഷങ്ങളും പങ്കാളിയോടുള്ള ആകർഷണവും നിയമപരമായിട്ടുള്ള, ഞാൻ എടുത്തു പറയുന്നത്, ബന്ധത്തിലൂടെയുള്ള ശാരീരിക ഒത്തുചേരലുമാണ് 7th ഹൗസ്. പ്രണയവും ആകർഷണവും നോക്കിയാൽ ശുക്രനാണ് ഈ ഭാവത്തിൻ്റെ മെയിൻ സിഗ്നിഫിക്കേറ്റർ. ശുക്രനാണ്. ശുക്രനെക്കുറിച്ച് പറഞ്ഞ വീഡിയോയും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്ത്രീ ജാതകത്തിലാണെങ്കിൽ വ്യാഴത്തെ നോക്കണം കേട്ടോ. സ്ത്രീ ജാതകത്തിൽ വ്യാഴം 7ൻ്റെ 6, 8, 12 പോയാൽ, 7ാം ഭാവത്തിൻ്റെ 6 എന്ന് പറയുന്നത് ഏതാണ്? 12ാം ഭാവമാണ്. അതുപോലെ തന്നെ 8 എന്ന് പറയുന്നത് 2ാം ഭാവമാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 6ാം ഭാവമാണ് 7ൻ്റെ 12. അങ്ങനെ 2, 6, 12 ഈ ഭാവങ്ങളിൽ വ്യാഴം പോകുന്ന സ്ത്രീജാതകത്തിൽ പൊതുവേ ദാമ്പത്യ ബുദ്ധിമുട്ടുകൾക്കുള്ളൊരു സ്വാധീനം, അല്ലെ ദാമ്പത്യ ദുരിതങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ടെന്ന് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കെ എൻ റാവു സാറിനെ പോലുള്ള ആളുകൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. കുറേ റിസർച്ചുകൾ അവരല്ലാതെ വേറെ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ, KP അസ്ട്രോളജിയുടെ ഒക്കെ ബുക്കിൽ, കൃഷ്ണമൂർത്തി പദ്ധതി പോലുള്ള ഇതിൽ
സെവൻത്ത് ഹൗസിൻ്റെ കാരകനായിട്ട് ശ്രീജാതകത്തിൽ കുജനെയും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകളിലാണ് കൂടുതലും വരുന്നത്. എനിക്ക് കുറച്ചും കൂടെ അത് സെക്ഷുവൽ ലൈഫിൽ ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്താണോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കേരളത്തിൽ പൊരുത്തം എടുക്കുന്ന സമയത്ത് രജു പൊരുത്തവും വേദപ്പൊരുത്തവും ഒക്കെ നോക്കും. തമിഴ്നാട്ടിൽ നോക്കത്തില്ല. 10-7 പൊരുത്തം 6 പൊരുത്തമൊക്കെ നോക്കും. പക്ഷേ രജു പൊരുത്തം അവിടെ വേണ്ട. അവർ ഇവിടുത്തെ രജു പൊരുത്തം പോലെ വളരെ കൃത്യമായിട്ട് നോക്കുന്നതാണ് യോനി പൊരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ നാടുകളിലും ഈ കോമ്പാറ്റിബിലിറ്റി ചെക്കിങ് എന്ന് പറയുന്നത് ഈ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ, അതായത് ഹോര എന്ന് പറയുന്ന ജ്യോതിഷ ശാസ്ത്രത്തെയും ഗോളം എന്ന് പറയുന്ന സ്പിറിച്വൽ അസ്ട്രോണമിയെയും ഇത് രണ്ടിൻ്റെയുമുള്ള ശാസ്ത്രവിദ്യയ്ക്ക് പലപ്പോഴും അത് കാലദേശങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഇത് രണ്ടും. പക്ഷേ ഈ സംഹിത എന്ന് പറയുന്ന കാണ്ഡത്തിൽ വരുന്ന വിഷയങ്ങളാണ് പലപ്പോഴും ട്രോളാനും ചീത്ത വിളിക്കാനും ഈ ആൾക്കാരെ നിരീക്ഷിക്കാനും തോന്നുന്നത്. അപ്പോൾ അറിവില്ലാത്തതുകൊണ്ട് നമുക്കിത് കേൾക്കുമ്പം അറിയാത്ത ഒരു വലിയ സമൂഹമുള്ളത് കൊണ്ട് പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും വിജയിക്കാനും പറ്റും. പൊരുത്തം, ചൊവ്വാദോഷം, സാരാവലിക്ക് മുമ്പുള്ള ഒരു ഗ്രന്ഥങ്ങൾ, കല്യാണവർമ്മൻ്റെയാണ് സാരാവലിയും തോന്നുന്നു, അതെ. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ഗ്രന്ഥത്തിലും ചൊവ്വാദോഷത്തെപ്പറ്റി, പാപഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളുടെ ഇതല്ലാതെ ചൊവ്വാദോഷത്തെപ്പറ്റി പറയുന്നത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു ദോഷത്തെപ്പറ്റി, അതുപോലെ തന്നെ ഈ കോമ്പാറ്റിബിലിറ്റി ചെക്കിങ്ങിൽ ഒരു പ്രധാന വിഷയമാണ് ശുദ്ധജാതകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 7ാം ഭാവത്തിൽ ഒരു ഗ്രഹം ഇല്ലയെന്ന് വെച്ചിട്ട് ആ ജാതകം ശുദ്ധമാവുന്നില്ല. 2, 12, 7 ഗ്രഹങ്ങളില്ലെങ്കിൽ ആ ജാതകം എങ്ങനെയാണ് ശുദ്ധമാവുന്നത്? അപ്പോൾ അതിന് ശുദ്ധജാതകം, ഇതൊക്കെ മാട്രിമോണിക്കാരുടെയും ബ്രോക്കർമാരുടെയും അതുപോലെ തന്നെ ഉപജീവന ജ്യോതിഷന്മാരുടെയും ഒക്കെ ഒരു ഇതിൻ്റെയും സമൂഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ലായ്മ, എന്നാൽ ഭയവും വിശ്വാസവും കൊണ്ടൊരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ട് കോമ്പാറ്റിബിലിറ്റി ചെക്കിങ് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങ് ചെയ്യുന്നത് നല്ലതല്ലാതെ വാസ്തവത്തിൽ അതിൻ്റെ അടിസ്ഥാനം വളരെ കുറവാണ്. അത് വേറെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം പാപസാമ്യവും ദശാസന്ധി പൊരുത്തവും കുജദോഷ നിരൂപണവും കോമ്പാറ്റിബിലിറ്റിയുമാണ് മെയിനായിട്ട്, അതായത് നക്ഷത്ര പൊരുത്തവുമാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇതിനപ്പുറം നക്ഷത്രപ്പൊരുത്തം നോക്കി കല്യാണം കഴിച്ച് എത്ര പേര് ഡിവോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ജാതകത്തിൽ വിവാഹയോഗം കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കണം. ആദ്യത്തെ പ്രമാണം ഇതാണ്, ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും 3 പേർക്കും ബലമില്ലെങ്കിൽ, ഇനി ഞാൻ പറഞ്ഞ പോലെ എല്ലാ പാപസാമ്യ പൊരുത്തത്തോടു കൂടിയും എന്തുകൊണ്ട് ചേർത്താലും അയാൾക്ക് ആ കർമ്മഫലം അനുഭവിക്കാൻ യോഗത്തോടു കൂടിയാണ് ആൾ വന്നേക്കുന്നത്. ആ വ്യക്തി ആണായാലും പെണ്ണായാലും പുരുഷനായാലും അയാൾക്ക് ആ കർമ്മഫലം അനുഭവിക്കാനുള്ള യോഗമുണ്ട്, ദാമ്പത്യ ദുരിതം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതിനി എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ പൂജ കഴിച്ചാലും അതിൻ്റെ ഒരു ഫലം അനുഭവിച്ചേ പോകൂ. അത് ഉറപ്പാണ്. അതൊരു ഡിബേറ്റിന് വേണ്ടി പറയുന്നൊന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ അത് ശ്രമിച്ചു നോക്കുക, പഠിച്ചു നോക്കുക, പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം 7ാം ഭാവത്തിൻ്റെ കാരകൻ ശുക്രനായതുകൊണ്ട് തന്നെ, ശുക്രൻ്റെ വീഡിയോ കാണണേ. അതിനാൽ പ്രണയം, സൗന്ദര്യബോധം, പങ്കാളിയുമായിട്ടുള്ള ശാരീരികമായി ഒന്നിക്കാനുള്ള ആഗ്രഹം, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ, ശാരീരിക ബന്ധത്തിന് ശേഷമുണ്ടാവുന്ന അടുപ്പം, ബോണ്ടിങ്, ഇമോഷണൽ ബോണ്ടിങ്, ഇതെല്ലാം 7th ഹൗസാണ് പറയുന്നത്. നമുക്കൊരു വ്യത്യാസം മനസ്സിലാക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 8ാം ഭാവവും 7ാം ഭാവവും തമ്മിലുള്ളൊരു വ്യത്യാസം പഠിക്കാം. 8ാം ഭാവം എന്ന് പറയുന്ന കൂടുതൽ ആഴത്തിലുള്ളതും രഹസ്യമായിട്ടുള്ളതും ചിലപ്പോൾ തീവ്രമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 8ാം ഭാവം. പച്ചയ്ക്ക് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ബന്ധങ്ങൾ മനുഷ്യ സഹജമായിട്ട് ഒരുപാട് പേരിൽ വരും. അപ്പം അത് സൂചിപ്പിക്കുന്നത് 8th ഹൗസാണ്. 8th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണഭാവമാണ്. ആയുസ്സിനെ അത്രത്തോളം രഹസ്യമായിട്ടുള്ളൊരു ഭാവം വേറെയില്ല 8th ഹൗസ് പോലെ. അത്രത്തോളം നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നൊരു ഭാഗം വേറെയില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ ക്യാരക്ടറിൻ്റെ പൊതുവേ കാണുന്ന രീതികൾക്കല്ലാതെ അവർ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, ഇപ്പം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായിട്ടുള്ളതാണ്. പക്ഷെ ആ സമയത്ത് അവരുടെ രീതി, അവരുടെ ലിബിഡോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്, അവരുടെ രീതികൾ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിരഹസ്യമായിരിക്കും. ഇപ്പം ചില ആൾക്കാർ എന്നോട് ഞാൻ സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളവർ പലപ്പോഴും ഭാര്യയുടെ മുന്നിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിലോ തൻ്റെ ആ ഒരു മാസ്ക് അല്ലെങ്കിൽ തൻ്റെ ഒരു
ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് തുറന്ന് സംസാരിക്കാൻ മടിയുണ്ടായിട്ട് ഉള്ള ബന്ധങ്ങളും ഉണ്ട്. പക്ഷേ രഹസ്യമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പലപ്പോഴും ആഴത്തിലുള്ള ബന്ധങ്ങളും രഹസ്യ സ്വഭാവങ്ങളും തീവ്രമായിട്ടുള്ള ലൈംഗികത സൂചിപ്പിക്കുന്ന ഒക്കെ 8th ഹൗസാണ്. എല്ലാവരിലേയുമല്ല, ചിലരിൽ അത് ഉണ്ടാവാതിരിക്കാം. പക്ഷേ ഒരു പഠനം എന്നുള്ള രീതിയിൽ നമുക്കിത് ഒക്കെ മനസ്സിലാക്കി പോയേ പറ്റൂ. ഞാനതാ പറഞ്ഞത് മുമ്പേ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ പറ്റില്ല. പക്ഷേ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊരു സൂചന പോലെ ഞാൻ പറയുകയാണിതെല്ലാം. 7ാം ഭാവം എന്ന് പറയുന്നത് പരസ്യമായി സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട പങ്കാളിയുമൊത്തുള്ള ശാരീരിക ബന്ധത്തെ കാണിക്കുമ്പോൾ 8th ഹൗസ് എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലെ ഫാൻറ്റസികൾ, താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതികൾ വളരെ രഹസ്യമായി തനിക്കൊരിക്കലും കുഴപ്പമുണ്ടാവത്തില്ല എന്ന് തോന്നുന്ന അവസ്ഥകളിൽ മാത്രം പുറത്തേക്ക് വരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ലിബിഡോയുടെ എക്സ്ട്രീം ക്യാരക്ടർ 8th ഹൗസാണ്. അപ്പോൾ 8th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. 7th ഹൗസിലോട് 8th ഹൗസുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ 8th ഹൗസിലോട് ശുക്രനുമായി ബന്ധപ്പെടുക, അല്ലെ ശുക്രൻ 8th ഹൗസിൽ പോവുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രാഹു 8ൽ പോവുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പല പല സ്വഭാവങ്ങൾ ഏത് ഗ്രഹം നിന്നാലും, ഇപ്പോൾ വ്യാഴം വരെ 8ൽ നിന്നാൽ പോലും ആ ഉള്ളിൽ ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പം സെക്സ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ കാര്യമായിട്ടാണ്. അതൊരു ബോഡി റിലേറ്റഡ് ആയിട്ടുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിനൊരു സ്പിരിച്വൽ വശമുണ്ട്, അതിനൊരു ആധ്യാത്മിക തലമുണ്ട്, ശിവശക്തി ഐക്യം എന്നുള്ളൊരു തലമുണ്ട്. ഒരു സാധാരണ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പുറമായി സ്നേഹം കൊണ്ട് അതിനൊരു തലമുണ്ട്. എല്ലാവരും ആ ഒരു ആനന്ദത്തിന് വേണ്ടി, ചുമ്മാ ഒരു ഇതുമില്ല, ഷോക്കടിക്കുന്ന പോലാണ്, വേദനാജനകമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആരും അതിനു വേണ്ടി ആഗ്രഹിക്കില്ല. അപ്പം അത് മനുഷ്യ ശരീരത്തിൽ ഇതിൻ്റെ ബയോളജിക്കൽ നീഡ് എന്നുള്ള ഒരു ഗ്രോസ് ലെവലിന് അപ്പുറമായിട്ട് ഇതിനൊരു സട്ടിൽ വശമുണ്ട്. എന്തിനും ഉണ്ടല്ലോ ഒരു സട്ടിൽ വശം, ഒരു സൂക്ഷ്മതലമുണ്ട്. ആ ഒരു ബയോളജിക്കൽ നീഡിന് അപ്പുറമായിട്ടുള്ള ഒരു തലം, നമ്മളെ നമ്മളാക്കി മാറ്റുന്ന, നമ്മളെ ഇൻസെക്യൂരിറ്റീസ് മാറ്റുന്ന, നമുക്ക് നമ്മളായിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അത് 7ാം ഭാവത്തിൽ അതിന് ഭാഗ്യം സിദ്ധിച്ചാൽ എല്ലാവരും ഭംഗിയായിട്ട് പോകും. 7ാം ഭാവം അതിന് അതിൻ്റേതായ രീതിയിൽ നിന്നാൽ 7ാം ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും 3 പേർക്കും ഒരുപോലെ ബലമുണ്ടായാൽ അവരുടെ ലൈംഗിക ഭാഗം, ദാമ്പത്തിക സുഖം ഭംഗിയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 8ാം ഭാവം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആഴത്തിലുള്ളതും രഹസ്യമായതും ചിലപ്പോൾ തീവ്രതയോട് കൂടിയിട്ടുള്ള ലൈംഗിക അതേ സൂചിപ്പിക്കുന്നതുമൊക്കെ 8th ഹൗസ് ആണ് എന്നുള്ളതാണ്. 8th ഹൗസാണ് മരണത്തെ സൂചിപ്പിക്കുന്നത്. 8th ഹൗസ് റിസർച്ചിനെ സൂചിപ്പിക്കുന്നു. 8th ഹൗസ് ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ വിഷയം 7th ഹൗസ് ആയതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. ഈ ഭാവം പറയുമ്പം മറ്റുള്ള ഭാവം പറയുന്ന പോലെ ഒരു ഫ്ലോ, എനിക്കൊരു ഭയമുണ്ട്. കാരണം പല കാര്യങ്ങളും വായിലേക്ക് വരുന്നത് വിഴുങ്ങാൻ ശ്രമിക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരു പിടപ്പ് എനിക്കുണ്ട്. ഇപ്പം ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത്, നമ്മുടെ ക്ലാസ് ഞാൻ തുടങ്ങുന്ന സമയത്ത്, ക്ലാസ്സിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടെ പച്ചയ്ക്ക് ഈ വിഷയം അവതരിപ്പിക്കാം. അപ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാനും പറ്റുകയും ചെയ്യും. ഇപ്പം കുറച്ച് പേടിയുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തോടെ, ഇത് കാണുന്ന ആൾക്കാരോടും ചുറ്റുപാടുള്ള ആൾക്കാരോടും ഇത് അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ഒരു ക്ലിപ്പ്, ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് എന്നേക്കുമായിട്ട് നമ്മളെ നശിപ്പിച്ച് കളയും. അങ്ങനത്തെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കുറച്ച് സൂക്ഷിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ പറയുമ്പോഴൊരു ഫ്ലോ കുറവുണ്ടാവും. ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. 7ാം ഭാവം ഒരു ഇമോഷണൽ നീഡ്സിൻ്റെ ഒരു ഭാവം കൂടിയാണ്. മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു കണ്ണാടിയാണ്, നമ്മുടെ ഒരു കണ്ണാടിയാണ് 7th ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സീക്കിംഗ് വാട്ട് വി ലാക്ക്, എന്നിലില്ലാത്തത്, നമ്മളിലില്ലാത്തത് എന്തോ ഒന്ന് നമ്മൾ തേടുന്നു. പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ പൂർണ്ണമാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ
അബോധപൂർവമായി ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഉള്ള വ്യക്തികളെ ആയിരിക്കും നമ്മൾ അറിയാതെ തേടുന്നത്. ചിലപ്പോൾ അറിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ തേടുന്നത്. നമുക്ക് വൈകാരികമായ പിന്തുണ ആവശ്യമാണെങ്കിൽ സംരക്ഷണം നൽകുന്ന ഒരു പങ്കാളിയായിരിക്കും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷയം വിജയിപ്പിച്ചെടുക്കാൻ എനിക്കൊരു കൂടെ നിൽക്കാൻ ഒരാളെയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ഒരാളെ ആയിരിക്കും നോക്കുന്നത്. സ്നേഹിക്കാൻ ഒരാളെയാണെങ്കിൽ അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ഒരാളെ ആയിരിക്കും നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ നമ്മളിൽ ഇല്ലാത്തതിനെ ഉള്ളൊരു തേടലാണ് വാസ്തവത്തിലത്. അടുത്തത് എന്ന് പറയുന്നത് പ്രൊജക്ഷനാണ്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ, നാം അംഗീകരിക്കാത്ത പല കാര്യങ്ങൾ, പല സ്വഭാവങ്ങൾ നാം പങ്കാളിയിൽ ആരോപിച്ചേക്കാം. ഉദാഹരണത്തിന്, സ്വന്തം ദേഷ്യം തിരിച്ചറിയാത്ത ഒരാൾ തൻ്റെ പങ്കാളി എപ്പോഴും ദേഷ്യപ്പെടുന്നു, അയാളുടെ കുഴപ്പമാണ്, അല്ല അവളുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആകുന്നത് എന്നുള്ളത് പറയും. കാരണം ആ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്യാതെ തൻ്റെ ആ എക്സ്പെക്റ്റേഷൻ സാഹചര്യത്തിനനുസരിച്ച് മോൾഡ് ചെയ്യാതെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും മിറർ ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും അപ്പുറത്തേക്ക്. അപ്പുറത്തെ ആളിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാനിങ്ങനെ ആയത്, അപ്പുറത്തെ ആളിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ ആയത്, അപ്പുറത്തെ ആളിൻ്റെ ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയെന്നൊക്കെ പറയും. അപ്പം ഇപ്പോൾ ഈവൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെ ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് മനസ്സിലായാൽ ഇമോഷണൽ ഇംബാലൻസ് ഉള്ള കാർമിക് ഡെപ്റ്റ് ഉള്ളവരാണ് വാസ്തവത്തിൽ നാർസിസ്റ്റിക് വിക്ടിം ആകുന്നത്. പൂർവജന്മത്തിൽ അതുപോലുള്ള ആൾക്കാരെ ഉപദ്രവിച്ചതിൻ്റെ അതേ ഫലമാണ് തിരിച്ച് ഈ ജന്മം അവർക്കത് കിട്ടുന്നത്. മിക്കപ്പോഴും 7th ഹൗസുമായിട്ട് പാപഗ്രഹങ്ങൾ, കുജൻ, രാഹു, ശനി, രവി തുടങ്ങിയിട്ടുള്ള പാപബന്ധങ്ങൾ 7th ഹൗസ് ലോഡിന് വരികയും അങ്ങോട്ട് ദൃഷ്ടിയോ ഒക്കെ വരുമ്പോഴാണ് പലപ്പോഴും ചൊവ്വ, പ്രത്യേകിച്ച് ചൊവ്വയുടെയൊക്കെ ഇത് വരുമ്പോഴാണ് നാർസിസ്റ്റിക് വിക്റ്റിമായി മാറുന്നത്. അല്ലെങ്കിൽ നാർസിസ്റ്റ് ആവുന്ന രവിയുടെ ഒരു ഹൈ ലെവലാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമകളും പലതരത്തിലുള്ള ട്രോമ കൊണ്ടാണ് അവർ NPD ആയിട്ടുള്ളവർ NPDയിലേക്ക് വരുന്നത്. ഇത് നമ്മളിവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരാളുടെ ഹസ്ബൻഡോ വൈഫോ ആയി ഇവർ മാറാൻ കാരണം ഇവരുടെ ജാതകത്തിൽ അതിനുള്ള സൂചന ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ വിക്റ്റിമായി അനുഭവിച്ച് ചത്ത് വരുന്നവരുടെ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കാരണം അവരുടെ D60 നോക്കണം, ഈ 7th ഹൗസ് നോക്കണം, 7th ഹൗസിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെ നോക്കണം, പാപഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ നോക്കണം. ഒക്കെ നോക്കുമ്പോൾ ഈ ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും അതുപോലെ തന്നെ നവാംശ രാശിയിലെ 7ാം ഭാവത്തിനും ശുക്രനും എല്ലാം ഒരുമാതിരി ചതഞ്ഞ അവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതോടൊപ്പം നിങ്ങൾ ഒരാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അവരുടെ ലൈംഗിക രീതി, അവരുടെ 7ാം ഭാവത്തിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് 12 രാശികളെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. ഒരാൾ ധനുലഗ്നത്തിൽ ജനിക്കുകയാണെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നത് 7ാം ഭാവമായിട്ടുള്ള മിഥുനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാളെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ കന്നി ലഗ്നത്തിൽ ജനിക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ, കന്നി ലഗ്നത്തിന് നല്ല ബലമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് മീനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മീനം ലഗ്നമാവണമെന്നില്ല, അതിൻ്റെ അവിടുത്തെ ശുക്രൻ, വ്യാഴം, അതായത് ഇവിടെ ഇല്ലാത്തത്, ഇവിടെ ശുക്രൻ നീചനാവണം, ബുധൻ ഉച്ചനാവുകയാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. എന്താ ഉള്ളത്? നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ വ്യാഴത്തിൻ്റെ ബലമുണ്ട്, അതുപോലെ തന്നെ ശുക്രൻ ഉച്ചനാണ്, ശുക്രൻ്റെ. അങ്ങനെ ഒരാളെ ആയിരിക്കും ഇവർ ആഗ്രഹിക്കുന്നതും. ഇവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെയായിരിക്കും. അങ്ങനെ ചേരാതെ വരുമ്പം എല്ലാ 100% തികഞ്ഞ് വരില്ലല്ലോ. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും യോഗികളായിരിക്കണം, എൻലൈറ്റഡ് സോളായിരിക്കണം. അല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രാരാബ്ധങ്ങളോടുകൂടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും. പൂർണ്ണതയല്ലാത്ത മനുഷ്യന്മാർ ഒരുമിച്ച് ചേരുമ്പം ആ അപൂർണത അവരുടെ ബന്ധത്തിലും ഉണ്ടാകും. ആ അപൂർണതയിലുള്ള സന്തോഷവും സൗന്ദര്യവും മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണതയിലേക്ക് ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുക
എന്നുള്ളതാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് ഋഷിമാർ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഫെയിലാകുമ്പം കംഫോർട്ട് സോൺ പൊളിയുന്ന സമയത്ത് പ്രശ്നങ്ങളെ ആരോപിക്കും. എൻ്റെ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ആലോപിക്കും. ഇത് 7-ാം ഭാവത്തിൻ്റെ ഒരു നിഴൽ വശമാണ്, ഒരു ഷാഡോ സൈഡായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഇനി 7-ാം ഭാവത്തിൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാർമിക് ഡെപ്സും അതിൻ്റെ ഇൻഡിക്കേഷൻസും, അതുപോലെ തന്നെ സന്തുലനാവസ്ഥയില്ലായ്മ, ഇംബാലൻസ് ഇൻ റിലേഷൻഷിപ്പ്, അതും കൂടി നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ളൊരു ഭാഗമാണ്. ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ നിങ്ങൾ കോമ്പാറ്റിബിലിറ്റി ചെക്കിങ്ങിന് പോകരുത്. വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരാൾക്ക് ഒരു ഭാവത്തിന് 12 ഭാവങ്ങളും നിങ്ങൾ ഈ കാരകനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹം 3 ഇതിനും ബലമുണ്ടോയെന്ന് 12 ഭാവങ്ങളും നിങ്ങളൊന്ന് ഒരാളുടെ ജാതകം എടുത്ത് എഴുതി നോക്കുക. എന്നിട്ട് ഏതേത് ഭാവങ്ങളാണ് ചീറ്റിപ്പോയെന്ന് നോക്കുക. ചീറ്റിപ്പോയെന്ന് നോക്കുമ്പോൾ ആ ഭാവങ്ങളുടെ അടി അവരുടെ ജീവിതത്തിലുണ്ടാകും. ഏതേത് ഭാവങ്ങളാണ് ഇത് 3ഉം കൂടെ ചേർന്ന് വന്നിട്ടുള്ളത്, അതിൻ്റെ ഗുണങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്യും. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജ്യോതിഷ പ്രേക്ഷനിലത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ടൂള് ഞാനത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഉപയോഗിക്കുന്നതുമാണ്. അതിനുശേഷം ഈ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞത് ഈ 3 കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ബാക്കി പല കാര്യങ്ങളും ഷഡ്ബലമാണെങ്കിലും മറ്റ് പല കാര്യങ്ങൾ ഈ 3 ബേസിക് പില്ലറിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് കൊണ്ടുവരണം. അപ്പോൾ മനസ്സിലാവും ആ 3 എണ്ണത്തിനും ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിനും 3 പേരുടെയും ബലം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം ബന്ധങ്ങൾ നമ്മുടെ കാർമിക കടങ്ങൾ വീട്ടാനുള്ള പ്രധാന വേദിയാണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ജനനം മുതൽ മോക്ഷം വരെ പറയുന്ന 12 രാശികളാണ് ജ്യോതിഷത്തിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സ്വാധീനിച്ചാൽ ശക്തമായിട്ടുള്ള കാർമിക ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. റിലേഷൻഷിപ്പിൽ പണ്ടൊരിക്കൽ ആധ്യാത്മികത യാത്രയിലേക്കൊക്കെ പോയി ഞാൻ ജ്യോതിഷം പഠിക്കാൻ തന്ത്രം പഠിച്ച് ഉപാസനയൊക്കെ തുടങ്ങി കുറേ കഴിഞ്ഞ് ജോലിയും ഇതുമായിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് എൻ്റെ ആചാര്യൻ ഒരിക്കൽ പറഞ്ഞത്, തനിക്ക് മോക്ഷം വേണം. വേണം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വിവാഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള പക്വതയായിട്ടില്ല, ജോലിയായിട്ടില്ല, പിന്നെ സാധനയിലൊന്നും ആയിട്ടില്ല, എല്ലാം തുടങ്ങിയതേ ഉള്ളൂ. അപ്പം എനിക്ക് സന്യസിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അറിവുള്ള ഒരു ധൃതരാഷ്ട്രമായി ജീവിക്കുന്നതിലും നല്ലത് ഒരു ഗൃഹസ്ഥനായി ജീവിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു ഗൃഹസ്ഥനായി ഒരു സാധകനായി നല്ലൊരു ജീവിതം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് രാവണന് പോലും 10 തലയേ ഉള്ളൂ, പക്ഷേ 50 തലയും 50 കൈയും 50 കാലും വേണമെന്ന്. അത്രയും ബുദ്ധിമുട്ടുകളാണ്. കാരണം എവിടെ നിന്നൊക്കെയാ എങ്ങനെയൊക്കെയാ പ്രശ്നം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കുരുക്ഷേത്ര ഭൂമി നിൽക്കുന്ന പോലെ ഇന്നത്തെ ബന്ധുക്കൾ നാളെ ശത്രുവോ, നാളത്തെ ബന്ധുക്കൾ ഇന്ന് ചിലപ്പം ശത്രുക്കളായിരിക്കും. അപ്പം വളരെ അടുത്തുള്ള ബന്ധങ്ങൾ പോവും, പല മരണങ്ങൾ നടക്കും, പല വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, നിസ്സഹായതയുടെ കൊടുമുടിയിലേക്ക് പോകേണ്ടി വരും. ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയ മക്കളിൽ നിന്ന് ദുരനുഭവങ്ങളുണ്ടാവും, അച്ഛനമ്മമാരിൽ നിന്നും ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്വയം ബുദ്ധിമുട്ടുകളിലേക്കും ചതിക്കപ്പെടും. ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ ചിലപ്പോൾ ചതിച്ചേക്കാം, പറ്റിച്ചേക്കാം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരു സാധന ചെയ്ത് മുന്നോട്ട് പോയിട്ടും എനിക്ക് സാധകൻ ആവാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളും, എന്നാൽ ഒരുപാട് ഗുണാനുഭവങ്ങളും സന്തോഷങ്ങളും, നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, ഒരു കുടുംബം ഉണ്ടാവാം, കൂടെ ആളുണ്ടാവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരികയും ചെയ്യും. അപ്പം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പരമമായ അവസ്ഥ, നീതി എല്ലാം വിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. തനിക്ക് അങ്ങനെ പോകുന്നതിലും നല്ലത് ഇതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ, ഇതല്ലേ നല്ലത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്ന് പറഞ്ഞാൽ, മോക്ഷം വേണോ, അതിന് ഏറ്റവും ലളിതമായ വഴിയാണ് അങ്ങോട്ട് കല്യാണം കഴിച്ച് അങ്ങോട്ട് ജീവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് തന്നെ മോക്ഷം വന്നോളൂ. അപ്പം 12 വർഷം മുമ്പാണ് ഞാനിത് കേൾക്കുന്നത്. പക്ഷെ അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ശരിക്കും അറിയാം അത് എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അത് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം,
ബന്ധങ്ങളിൽ പലതരത്തിലുള്ള അതുവരെ ഉണ്ടായിരുന്ന പല ബന്ധങ്ങൾ ഇത് നിമിത്തം പോകാം, സൗഹൃദങ്ങൾ പോകാം, സൗഹൃദങ്ങൾ ഉണ്ടാവാം, രോഗങ്ങൾ വരാം, പല കാര്യങ്ങൾ വരാം. ജോലിയിൽ പ്രശ്നങ്ങൾ വരുമ്പം ഫാമിലി ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്യും, പലരുടെയും കണ്ണീര് കാണേണ്ടി വരും, കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവും. അങ്ങനെ ഒന്നിന് പുറകെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ ഒരു സാമൂഹിക ജീവിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായിട്ട് ഇടപെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഞെരുങ്ങും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാഷൻ, നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ജീവിതം, വല്ലാത്ത പ്രതിസന്ധികൾ, ഇതിനിടയിൽ തിരിച്ചടികൾ, അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ, ഇതെല്ലാം വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പം ഒരു പദം വരും. അപ്പോൾ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു തലത്തിലേക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യനെത്തും. അപ്പോൾ ആ സമയത്ത് ഒരു സാധകൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിക്കേണ്ടത് ഇതൊരു കടങ്ങൾ വീട്ടാനുള്ള ബന്ധങ്ങളാണ്, നമ്മുടെ കാർമ്മിക കടങ്ങൾ വീട്ടാനുള്ള വേദികൾ എന്ന് മനസ്സിലാക്കുക. മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നതും അതൊക്കെ തന്നെയാണ്. ഓരോ രൂപങ്ങൾ, ഓരോ ജീവനുകൾ, ഓരോ പേരിൽ നിൻ്റെ അടുത്തേക്ക് ഓരോ കാര്യങ്ങളായി വരുന്നത് വാസ്തവത്തിൽ നിൻ്റെ കർമ്മഫലമാകുന്ന ആ എനർജി ഒരു രൂപം പ്രാപിച്ച് നിൻ്റെ മുന്നിലേക്ക് വരുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്നലകളിൽ ഗുരുവായിരുന്ന ദ്രോണർ അർജുനന് ശത്രുസ്ഥാനത്ത് വരും. ഇന്നലകളിൽ പിതാമഹനായിരുന്ന ആൾ ഇന്ന് ശത്രുസ്ഥാനത്താണ്. ഒരുപാട് സ്നേഹിച്ച പലരും ശത്രുസ്ഥാനത്ത്. ഇന്നലകളിൽ ശത്രുവായിരുന്ന പലരും, അടുപ്പിക്കാതെ നിർത്തിയിരുന്ന പലരും ഇന്ന് തൻ്റെ കൂടെയും. അതുകൊണ്ടാണ് ഭഗവാൻ ആ തേര് കൊണ്ടുവന്ന് യുദ്ധക്കളത്തിൻ്റെ നടുക്ക് നിർത്തിയിട്ട് ജീവിതത്തെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ജീവിതം ഇങ്ങനെയാണ്, മുന്നോട്ട് പോയേ മതിയാവും, ജീവിതം ഒരു യുദ്ധമാണ് എന്നുള്ളത്. അത് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് ക്ലെൻസ് ചെയ്തുകൊണ്ട് പരമമായ അവസ്ഥയിൽ ഒരു സോളിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ടുള്ള പരമമായ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ് എല്ലാവരും. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും, നിഷേധിച്ചാലും നിഷേധിച്ചില്ലേലും, ലഗ്നമാകുന്ന ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ പൂർണ്ണതയെ ആഗ്രഹിക്കുന്നത് തൻ്റെ 7ാം ഭാവത്തിലൂടെയാണ്. ശിവൻ ഏതുപോലെയാണോ ശക്തിയെ ആഗ്രഹിക്കുന്നത്, ശക്തി ഏതുപോലെയാണോ ശിവനെ ആഗ്രഹിക്കുന്നത്, അതുപോലെ ലഗ്നവും 7ാം ഭാവവും സമസപ്തമ ഭാവങ്ങൾ തമ്മിൽ ഇൻസെപ്പറബിളാണ്. പിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബന്ധമാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ അതിനൊരു ആ 3 പാപത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും 3 ബലമുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ക്യാരക്ടർ വൈസ് എന്തെങ്കിലുമൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും അടിയിടിയും ഒക്കെ ഉണ്ടായാലും ഇവർ പിരിഞ്ഞു പോവില്ല. ഇവരങ്ങനെ ഒരാളിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. അതേസമയത്ത് ഇതിന് ബലമില്ലെങ്കിൽ എത്ര വലിയ പ്രണയിക്കുന്നവരായാലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശനിയുടെ സ്വാധീനം, പാപഗ്രഹങ്ങളുടെ സ്വാധീനം ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഈ ശനി 7th നിന്നാലുള്ള ഫലം എങ്ങനെയാണ്, ശനി 7th നോക്കിയാലുള്ള ഫലം എങ്ങനെയൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോ പ്ലാനറ്റിൻ്റെയും എടുത്ത് അതിൻ്റെ പരിഹാര സഹിതം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം നമുക്ക് ശനിയുടെ സ്വാധീനം 7th വന്നാൽ, 7ാം ഭാവത്തിൽ ശനി നിന്നാൽ മുൻജന്മത്തിലെ പങ്കാളിയോട് കാണിച്ച അവഗണനയോടും ഉത്തരവാദിത്തമില്ലായ്മയുടെയും ഫലമാണെന്നുള്ളതാണ്. അത് 5 നിന്നുകൊണ്ട് 7 നോക്കിയാലും വരും കേട്ടോ. ശനി 7 ദൃഷ്ടി ചെയ്താലും വരും, 7th സാറ്റേൺ നിന്നാലും വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വൈകിയുള്ള വിവാഹം, തണുപ്പൻ സമീപനം, പങ്കാളിയുടെ തണുപ്പൻ സമീപനം, വയസ്സിന് വ്യത്യാസമുള്ള പങ്കാളിയുമായിട്ടുള്ള ബന്ധം വരുന്നത്, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ ഭാരവും ഉത്തരവാദിത്വവും അനുഭവപ്പെടുന്നത്, പങ്കാളി ഒരു ബാധ്യതയായി തോന്നുന്നത്, ഇത് ക്ഷമ പഠിക്കാനും താൻ പൂർവ്വജന്മത്തിൽ ചെയ്ത അവഗണനയുടെയും ബുദ്ധിമുട്ടുകളുടെയും മറ്റുള്ളവർക്ക് പങ്കാളിക്കുണ്ടാക്കിയ ഉത്തരവാദിത്തം ഇല്ലായ്മയുടെയും ഒരു കാർമിക ലെസണായിട്ട്, കാർമിക് പാഠമായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ്. അടുത്തത് ചൊവ്വയുടെ സ്വാധീനം. മാർസ് 7th ഹൗസിൽ നിന്നാൽ, ചൊവ്വാദോഷം, മംഗളിക് ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു കാർമികത എന്ന് പറയുന്നത് മുൻജന്മത്തിൽ, പൂർവ്വജന്മത്തിലെ ബന്ധത്തിൽ അമിതമായ കോപം, അക്രമം അല്ലെങ്കിൽ ആധിപത്യം എന്നിവ പ്രകടിപ്പിച്ചതിൻ്റെ സൂചനയാകാം ശാരീരികോദ്രവം നടത്തിയത്. സെക്സ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയാണ്,
എൻ്റെ കരുത്ത് തെളിയിച്ചതിന് അല്ലെങ്കിൽ അവരുടെ കരുത്ത് തെളിയിച്ചതിൻ്റെയൊക്കെ ഒരു കാർമിക ദുരിതമായിട്ട് വരാം. അപ്പം ഈ ജന്മം അതിൻ്റെ ഫലമായിട്ട് വരുന്നത് ബന്ധങ്ങളിലുള്ള കലഹം, അമിതാവേശം, പെട്ടെന്നുള്ള പൊട്ടിത്തെറികൾ, ഊർജം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ജന്മത്തിൻ്റെ പ്രധാന പാഠം. ചൊവ്വ എന്ന് പറയുന്നത് ധൈര്യം, വീര്യം, പരാക്രമം ഒക്കെയാണ്. അപ്പം അതൊക്കെ ബന്ധങ്ങളിൽ കലഹം, അമിതാവേശം, പെട്ടെന്നുള്ള പൊട്ടിത്തെറികൾ, അക്രമ സ്വഭാവം ഇതൊക്കെ ഉണ്ട്. അപ്പം ഊർജം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പാഠം. അതെന്താണെന്നുള്ളത് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തത് രാഹുകേതുക്കളാണ്. ഇവ കർമ്മവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. ഞാൻ രാഹുകേതുക്കളെ കുറിച്ചൊരു ഗംഭീര സീരീസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സന്തോഷത്തോടുകൂടി പറയാം, ആ സീരീസിനെ ബീറ്റ് ചെയ്യാനൊരു സീരീസ് വന്നിട്ടില്ല ഇതുവരെ മലയാളത്തിൽ. അപ്പം അതിനകത്ത് ലഗ്നത്തിൽ രാഹു 7-ൽ കേതുവും 7-ൽ രാഹു ലഗ്നത്തിൽ കേതു എന്ന് പറയുന്ന വീഡിയോ, 2 വീഡിയോ ഉണ്ട്. ഒന്ന് കണ്ടു നോക്കുക. അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. രാഹു 7-ൽ നിന്നാൽ മുൻജന്മത്തിലെ ബന്ധങ്ങളിൽ തൃപ്തി ലഭിക്കാത്ത അവസ്ഥ. മുൻജന്മത്തിൽ രാഹു 7-ൽ നിന്ന് മുൻജന്മത്തിൽ ബന്ധങ്ങളിൽ തൃപ്തി ലഭിക്കാത്ത അവസ്ഥ. ഈ ജന്മത്തിൽ പങ്കാളിത്തത്തിനായിട്ട് അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും, ഒബ്സഷൻ ഉണ്ടാകും. അപ്പം പാരമ്പര്യേതര ബന്ധങ്ങളിൽ ആകർഷിക്കാം. അല്ലെങ്കിൽ 7th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാഗ്രഹം, അവിടെയാണ് അവരുടെ 7th ഹൗസിൽ രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹു ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടേക്ക് കൂടുതലായിട്ടുള്ള ശ്രദ്ധ പോവുകയും തൽനിമിത്തം ഒരുപാട് സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും വരികയും ചെയ്യും എന്നുള്ളതാണ്. 7th ഹൗസ് രാഹു എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി പ്ലേസാണ്. 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഫാൻറ്റസി ഇവർക്കുണ്ടാവും എന്നുള്ളതും അതുള്ളവർ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. 7-ൽ കേതു മുൻജന്മത്തിൽ ബന്ധങ്ങളിൽ അമിതമായി മുഴുകിയതിൻ്റെ ഫലമാണ് 7th കേതു വരുന്നത്. ഈ ജന്മത്തിൽ പങ്കാളിയിൽ നിന്ന് അകലം പാലിക്കാനോ വിരക്തി കാണിക്കാനോ ഉള്ള പ്രവണത ഇവർക്കുണ്ടാകും. ബന്ധങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കാര്യമുണ്ടാവും. ലഗ്നത്തിൽ രാഹുവും 7-ൽ കേതുവും 7-ൽ രാഹുവും ലഗ്നത്തിൽ കേതു എന്ന് പറയുന്നത് പാർട്ട്ണറുമായിട്ട് എപ്പോഴും പരസ്പര വൈരുദ്ധ്യമുള്ള ആശയങ്ങൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. 7-ലെ കേതു പലപ്പോഴും ലൈംഗിക അതൃപ്തിക്കും പാർട്ട്ണറിൽ നിന്ന് പൂർവ്വജന്മത്തിൽ അമിതമായി മുഴുകിയത് നിമിത്തം ഈ ജന്മത്തിൽ ആഗ്രഹിക്കുന്ന പോലൊരു പാർട്ട്ണറെ കിട്ടാതിരിക്കുകയും എത്ര ശ്രമിച്ചാലും പാർട്ട്ണർ ഒരു രോഗിയാവുകയോ അല്ലെങ്കിൽ ജാതകനോ ജാതകയ്ക്കോ തന്നെ ഒരു എന്തെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ദാമ്പത്യത്തിൽ ഒരു രോഗാവസ്ഥ വരികയോ ചെയ്യാം. 1-ൽ 7-ൽ കേതു നിൽക്കുന്നവരുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വരാം. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു ചേർച്ചക്കുറവുണ്ടാവാം. അല്ലെങ്കിൽ തിരിച്ച് 7-ൽ കേതു നിൽക്കുന്നവർക്ക് ഇവർക്ക് തന്നെ സ്വയം മനസ്സിനൊത്ത് ശരീരം എത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരാം. എന്തെങ്കിലും ഒരു പ്രശ്നം ദാമ്പത്യ ജീവിതത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. അതിനെ ഒരു അപവാദം എന്ന് പറയുന്നത് വ്യാഴദൃഷ്ടി ഉണ്ടെങ്കിൽ, വ്യാഴത്തിൻ്റെയൊക്കെ ഒരു ബലമുണ്ടെങ്കിൽ, വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അതിനെ തരണം ചെയ്തു പോകാനും അത്യാവശ്യ ദൈവാധീനത്തിലൂടെ പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഇംബാലൻസ്, ഒരു കാര്യം കൂടെ പറയാം. ഒരാളുടെ ജാതകം എടുക്കുമ്പം ലഗ്നാധിപനും 7ാം ഭാവാധിപനും തമ്മിൽ 6, 8, 12 നിൽക്കുന്നതെങ്കിൽ ലഗ്നാധിപൻ്റെ 6-ലാണ് 7ാം ഭാവാധിപൻ നിൽക്കുന്നത്, 7ാം ഭാവാധിപൻ്റെ 8-ലാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് എങ്കിലും ദാമ്പത്യ ജീവിതത്തിലൊരു ഇംബാലൻസ്, അവർ മറ്റുള്ള എല്ലാ ഘടകങ്ങളും ഒത്തു വന്നാലും ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനെല്ലാം ഒരേപോലെ ബലം വന്നാലും ലഗ്നാധിപനും 7ാം ഭാവാധിപനും തമ്മിൽ പരസ്പരം 6, 8 നിന്ന് ഷഷ്ടാഷ്ടമമായിട്ട് വരിക, 6, 8, 12, 2, 12 വരിക ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും തമ്മിൽ ഒരു ബന്ധം, ഒരു എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ചേർച്ചക്കുറവ് ഇവിടെ ഉണ്ടാവും. അത് ഒരു ഞാനും നീയും തമ്മിൽ ഐ ആൻഡ് യു എന്നുള്ള വി എന്നുള്ളതിനേക്കാട്ടിലുപരിയായിട്ട് ഐ ആൻഡ് യു എന്നുള്ള നിരന്തരമായിട്ടുള്ളൊരു സംഘർഷത്തെ സൂചിപ്പിക്കുന്നു. ഇത് ബന്ധങ്ങളിൽ നിരന്തരമായിട്ട്
അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. ആ ഒരു ഇംബാലൻസിനുള്ളൊരു പോയിൻറ്റും കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തത് ഒരു സ്പിരിച്വൽ വ്യൂ പോയിൻ്റാണ്. ആത്മീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകളാണ് 7th ഹൗസിൻ്റെ മറ്റൊരു പ്രത്യേകത. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ ഈ കാണുന്ന മനുഷ്യർ പൂർവികമായിട്ട് വരാഹമിഹിരൻ്റെ ഹോരാഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പരാശര മഹർഷിയുടെ മറ്റു ഹോരാഗ്രന്ഥങ്ങളിലെയും ശ്ലോകങ്ങൾ പഠിക്കുകയും 7ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട പല ഹോരാഗ്രന്ഥങ്ങൾ ശ്രമിക്കുകയും അതുപോലെ തന്നെ 7ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ഒരു രസമുള്ളൊരു പുസ്തകമുണ്ട്, ശശാങ്ക ശാരദീയം എന്നാണ് പറയുന്നത്. ആ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ഈ പല കോമ്പാറ്റിബിലിറ്റി, ഈ നമ്മളിന്ന് നാട്ടിൽ കേൾക്കുന്ന ഈ ജ്യോതിഷന്മാരുടെ ഇടയിലുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി ചെക്കിങ് ഉണ്ട്. ആ ചെക്കിങ്ങിന് വിരുദ്ധമായിട്ട് പറയുന്നുണ്ട്. കാശില്ലാത്ത പെണ്ണിനെ കാശുള്ള പയ്യനെ കൊണ്ട് കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. അതാണ് പൊരുത്തമായിട്ടൊക്കെ പറയുന്നത്. അത് രസമാണ്. ആ ബുക്കൊന്ന് മേടിച്ച് വായിക്കുന്നത് നന്നായിരിക്കും. ശശാങ്ക ശാരദീയം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പം നമ്മൾ 7ാം ഭാവത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഒരു സ്പിരിച്വൽ വ്യൂ പോയിൻ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലൊന്നാമത്തത് ആത്മീയ വളർച്ചയ്ക്ക് 7ാം ഭാവം എങ്ങനെ നിർണായകമാകും എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ മതിയോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.